കിലോ തുണ്ടൻ വേണമല്ലോ. എന്നാ വില? തുണ്ടം 700, 500, 600. 700? അയ്യോ, നല്ല ഉണ്ടത്തിന് വില. അതല്ലേ. എന്നാ ഒരു 1/2 കിലോ മതി. 1 കിലോ വേണ്ട. 1 കിലോ വേണ്ട. ഇത് സ്വർണ്ണത്തേക്കാൾ വിലയായില്ല. മീനിപ്പോൾ ഇല്ലാത്ത സമയമുണ്ട്, ട്രോളിങ് ആയതുകൊണ്ടേ മീൻ വരുന്നില്ല. ഇപ്പോൾ എന്നാ 1/2 കിലോ ഇടുന്നു. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി. ഇതല്ലാതെ പിന്നെ 450 മതിയല്ലോ. മതി. പിന്നെ ബാക്കിയുള്ള മീനുകൾക്കൊക്കെ വില കൂടിയോ? മീനെല്ലാം വില കൂടി. മീൻ ഇല്ല, ഇപ്പം മീൻ പെടുത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ കാറ്റുമഴയൊക്കെ അതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. വേറെ ഇപ്പോൾ ചെമ്മീനോ? ചെമ്മീൻ 80-നുണ്ട്, 100-നുണ്ട്, 100 ഗ്രാമിന്. 100 ഗ്രാമിന് 100 രൂപ, പിന്നെ 80 രൂപ. അപ്പോൾ 1000 രൂപ. 1000 രൂപ കിലോ. ഒരു 100 ഗ്രാം ചെമ്മീനോടൊപ്പം. ഇതിപ്പോൾ നമ്മുടെ ബജറ്റിൽ താങ്ങാത്ത രീതിയിൽ താങ്ങാതൊന്നുമില്ല. നീ തിരിച്ച് വില കുറയില്ല പെട്ടെന്ന്. ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞാൽ വില കുറയും. ബാക്കിയുള്ള മീനുകളുടെയൊക്കെ എങ്ങനെയാണ് വില? എങ്ങനെയാണ്? പല്ലി 300 രൂപ, തിരിയാൻ 160. അതായത് ആ പല്ലി അതെ ഇത്. പിന്നെ അയല 260, പാമ്പാട 260, പിന്നെ കുട്ട 160, സൂപ്പർ 300 രൂപ. നമ്മുടെ നാട്ടില് അത് അപ്പോൾ തമിഴ്നാട് കഴിയും. തമിഴ്നാട് കഴിഞ്ഞാൽ മീനാവും. ആളുകൾ വാങ്ങുന്നത് കുറച്ചു ഇല്ല, മീൻ നല്ല ചിലവുണ്ട്. പച്ചക്കറിക്കും എല്ലാം വില വ്യത്യാസം വന്നല്ലോ. അപ്പോൾ അതിൻ്റെ മീനാകുമ്പോൾ കുറച്ച് ഉണക്കമീനാകുമ്പോൾ ഒരു അതെ തന്നെ കുറേശ്ശാണേലും അതാണ് ഉണക്കി ചിലവ് കൂടിയാക്കണം. ഏറ്റവും കൂടുതൽ വില കൂടിയത് തുണ്ടല്ലോ. ആ തുണ്ട നല്ല ഉണ്ടത്തിന് വില. പിന്നെ കുറഞ്ഞ ഐറ്റം ഉണ്ട്. കുറഞ്ഞ ഐറ്റം ഒന്നും കുഴപ്പമില്ല. അത് നല്ല സാധാരണ ഏതാ കൂടുതൽ പോകുന്നത്? തുണ്ടനാണ്. അല്ലല്ല, കൂടുതൽ വേണമെങ്കിൽ കുട്ടന, പല്ലി, മുള്ളൻ, സൂപ്പർ പരവ അങ്ങനെയുള്ള ഐറ്റം കൂടുതൽ വേണം. മീൻ കിട്ടാത്ത ഏതാ ഐറ്റം ഉള്ളത്? മീൻ വളരെ മീനിപ്പോൾ മുള്ളൻ തീരെ കുറവാണ്. മുള്ളൻ പിന്നെ പല്ലി കുറവാണ്. എല്ലാ മീനും സാധനം കുറേച്ചേ വന്നുള്ളൂ. സാധനമുണ്ട്, കുറേച്ചേ വന്നുള്ളൂ. വരും ദിവസങ്ങളിൽ വില കുറയുമെന്ന് പ്രതീക്ഷ. വില കുറയും. ഉണക്ക കൂടുന്തോറും കൂടിയാൽ പെട്ടെന്ന് തന്നെ കുറയും ചെയ്യും. പെട്ടെന്ന് കുറയും. പച്ചക്കറിയും കൂടിയാൽ അപ്പം തന്നെ കുറയും. മറ്റുള്ള ഐറ്റം കൂടിയാൽ കുറയുന്നില്ലല്ലോ. അത് കൂടിയതിനടുത്ത് നിൽക്കും. വലിയ വ്യത്യാസം ഈയിടെ ഇപ്പം വന്നിട്ടില്ല. പച്ചമീൻ അമിതമായിട്ട് വില വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഉണക്കമീൻ അങ്ങനെ ഒരു വലിയ ഒരു വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനത്തൊക്കെ വലിയ മഴയായിരുന്നു. പിന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നേരത്തെ ട്രോളിംഗ് ആരംഭിച്ചു. അതുകൊണ്ട് മാർക്കറ്റിലേക്ക് ഉണക്കമീൻ വരുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു വിലക്കയറ്റമുണ്ട്. ആ വിലക്കയറ്റം വളരെ പെട്ടെന്ന് കുറയും എന്ന പ്രതീക്ഷയിലാണ് ഈ കച്ചവടക്കാരുള്ളത് അല്ലേ? അതിൻ്റെ 400. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.